നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവീകരിച്ച ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് തുറന്നു. പൂർത്തിയായത് ഒരു മാസം മുമ്പ് ആരംഭിച്ച നവീകരണ പ്രവൃത്തികൾ. സ്റ്റാൻഡിൽ നഗരസഭയുടെ 10 ലക്ഷം രൂപ ചെലവിൽ പുതിയ കോൺക്രീറ്റ് നിലവും അഴുക്കുചാലും ഒരുക്കി. സർക്കാർ അനുവദിച്ച 1 കോടി വിനിയോഗിച്ച് സ്റ്റാൻഡിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റും ഒരുക്കി. ഹരിത രാഷ്ട്രീയത്തിന്റെ നന്മമരം ഇനിയില്ല. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ അന്തരിച്ചു. വിവിധ പ്രദേശങ്ങളിലായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ചിരുന്ന കല്ലൂർ ബാലന്റെ വിയോഗം നാടിന് തീരാനഷ്ടം. വിട പറഞ്ഞത് മരിച്ചാലും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച പച്ചപ്പിന്റെ സഹയാത്രികൻ. ഷൊർണൂർ പൂരത്തിന് ആവേശക്കൊടിയേറ്റം. മഞ്ഞക്കാട് കോങ്കുന്നത്ത് ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി 16-ന്. മണ്ണൂർ കൈമകുന്നത്തുകാവിൽ ആചാര ലംഘനം ആരോപിച്ച ഭക്തജന കമ്മിറ്റിയുടെ പ്രതിഷേധ കൂട്ടായ്മ. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. അനിഷ്ട സംഭവങ്ങളില്ല. നേർച്ച നടത്തിപ്പിൽ പാകപ്പിഴയാരോപിച്ച് സബ് കമ്മിറ്റികൾ. നഗരപ്രദക്ഷിണ ഘോഷയാത്ര പൂർത്തിയാക്കാൻ പോലീസ് അനുവദിച്ചില്ലെന്ന് പരാതി. നഗരസഭയുടെ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കിയ നേർച്ചാഘോഷം ഇക്കുറി ഹരിതോത്സവമായി. വാർത്തകൾ വിശദമായി. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് തുറന്നു. നവീകരിച്ച സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഒരു മാസം മുമ്പ് തുടങ്ങിയ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത്. ബസ് സ്റ്റാൻഡിൽ പുതിയ കോൺക്രീറ്റ് നിലം, ഇരുവശത്തും അഴുക്കുചാൽ, മലിനജല ശുദ്ധീകരണ പ്ലാന്റ് എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരസഭയുടെ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബസ് സ്റ്റാൻഡ് നിലം കോൺക്രീറ്റിംഗും മലിനജല ചാലും പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റാൻഡിനകത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പൂർത്തിയാക്കിയത്. സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി ബസ്സുകൾ പാതയോരത്താണ് നിർത്തിയിട്ടിരുന്നത്. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. സ്റ്റാൻഡ് തുറന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. മഴക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും മലിനജലം ഒഴുകിപ്പോകാത്തതും നിരവധി പരാതികൾക്കിടയാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബസ് സ്റ്റാൻഡ് നവീകരണം നഗരസഭ വേഗത്തിലാക്കിയത്. നവീകരണം പൂർത്തിയാക്കിയ സ്റ്റാൻഡ് ചെയർമാൻ MK ജയപ്രകാശ് തുറന്നുകൊടുത്തു. ബസ് സ്റ്റാൻഡ് താമം ആയതുകൊണ്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറാത്ത നിലയിൽ അത് ഈ വർഷം തന്നെ വൃത്തിയാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡാണ് നല്ല രീതിയിൽ നവീകരിച്ചത്. കരാറെടുത്ത രമേശൻ നന്നായിട്ട് ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നഗരസഭയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളിലെ ഒന്നാണ്. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ KM ലത, K. രാജലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി PS രാജേഷ് നന്ദിയും പറഞ്ഞു. മുനിസിപ്പൽ എഞ്ചിനീയർ PS സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരിച്ചാലും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച കല്ലൂർ അരങ്ങാട്ടിൽ ബാലന്റെ വിയോഗത്തോടെ പടർന്നു പന്തലിച്ച ഒരു നന്മമരം നാടിന് നഷ്ടമാവുകയാണ്. പരിസ്ഥിതി സംരക്ഷണം ജീവിത ദൗത്യമായി ഏറ്റെടുത്ത കല്ലൂർ അരങ്ങാട്ടിൽ ബാലകൃഷ്ണന്റെ വിയോഗം നാടിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രമേൽ നാട്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. പ്രകൃതി സംരക്ഷണ സന്ദേശങ്ങൾ എഴുതിയ ജീപ്പിൽ വൃക്ഷത്തൈകളുമായി പാതയോരങ്ങളിൽ മഴയും വെയിലും കൊണ്ട് ബാലൻ തൻ്റെ ജീവിത ദൗത്യം ആത്മാർത്ഥമായി നിർവഹിച്ചു. മരിച്ചാലും പരിസ്ഥിതി സംരക്ഷണത്തിന് തുടർച്ചയുണ്ടാകണമെന്ന് അദ്ദേഹം കൊതിച്ചു. 1950 ഏപ്രിൽ 2-നായിരുന്നു കല്ലൂർ ബാലന്റെ ജനനം. 5 ലക്ഷത്തിലേറെ തൈകൾ തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നടുന്ന വൃക്ഷത്തൈകൾ പരിപാലിക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ ദൗത്യമായിരുന്നു. വിദ്യാർത്ഥികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമിടയിൽ പ്രകൃതി സംരക്ഷണം, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ
യോഗ, ധ്യാനം എന്നിവ സംബന്ധിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. അയ്യർമലയിലെ ചൂടിയൻ മലയിൽ വസിക്കുന്ന വന്യമൃഗങ്ങൾക്കും അദ്ദേഹം തണലായിരുന്നു. കൊടും വേനലിൽ ഇവയ്ക്ക് വെള്ളമെത്തിച്ചിരുന്നതും ഭക്ഷണം നൽകിയിരുന്നതുമെല്ലാം കല്ലൂർ ബാലൻ തന്നെ. 2011 സംസ്ഥാന സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം, 2013 PV തമ്പി എൻഡോമെൻ്റ് അവാർഡ്, ജെയ്ജി പീറ്റർ ഫൗണ്ടേഷൻ പുരസ്കാരം, ജൈവവൈവിധ്യ ബോർഡിൻ്റെ പരിസ്ഥിതി പുരസ്കാരം തുടങ്ങിയവ നേടിയിട്ടുണ്ട്. മരത്തിൻ്റെ വഴിയെ നടന്നു തുടങ്ങിയതോടെ അദ്ദേഹത്തിൻ്റെ വസ്ത്രവും പച്ചയായി. പച്ച ലുങ്കിയും ടീഷർട്ടും തലയിൽ പച്ചക്കെട്ടുമായാണ് ബാലനെ നാട് കണ്ടിരുന്നത്. കല്ലൂർ ബാലൻ്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. കെ ലീലയാണ് ഭാര്യ. 3 മക്കളുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണാർക്കാട് തെങ്കര ആനമൂളിയിൽ ട്രാവലർ മറിഞ്ഞ് 10ഓളം പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 8 മണിക്കാണ് അപകടം. അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന ട്രാവലറാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂർ പൂരം കൊടിയേറി. ഫെബ്രുവരി 16 ഷൊർണൂർ പൂരം എന്നറിയപ്പെടുന്ന മഞ്ഞക്കാട് കൂങ്കുന്നത്ത് ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവം. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ വിശേഷ പൂജകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. 7:30 മേളത്തോടെ കാഴ്ചശീവേലിയുണ്ടായി. രാവിലെ 9 മണിക്കും 10 മണിക്കും മധ്യേയായിരുന്നു കൊടിയേറ്റം. ക്ഷേത്രം തന്ത്രി, ക്ഷേത്രം മൂരാളൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറ്റിയത്. തുടർന്ന് വിശേഷ പൂജകൾ നടന്നു. ക്ഷേത്ര കമ്മിറ്റിക്കൊപ്പം കിഴക്ക് പടിഞ്ഞാറ് ദേശ കമ്മിറ്റികളുടെ കൂടി നേതൃത്വത്തിലാണ് വിപുലമായ പൂരാഘോഷ പരിപാടികൾ ഒരുക്കുന്നത്. ഫെബ്രുവരി 16 ഞായറാഴ്ചയാണ് ഷൊർണൂർ പൂരം എന്നറിയപ്പെടുന്ന കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവം. അമ്മേ ശരണം, ദേവി ശരണം. കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കർമ്മത്തിന് ശേഷം നടത്തുന്ന 24ാമത് ഉത്സവമാണ്. പുനഃപ്രതിഷ്ഠാ ദിനവുമാണ് ഇന്ന് നടത്തുന്നത്. ഇന്നത്തെ കഴിഞ്ഞ പ്രാവശ്യങ്ങളോടേക്കാൾ കൂടുതൽ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് നടത്തുന്നത്. 3 ദേശങ്ങൾ ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ പ്രദക്ഷിണം വെച്ച്, ടൗൺ പ്രദക്ഷിണം വെച്ചിട്ടാണ് അമ്പലത്തിൽ എത്തിച്ചേരുന്നത്. എല്ലാ ജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണങ്ങളും ഈ അമ്പലത്തിലേക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കൈമകുന്നത്ത് കാവിൽ നടക്കുന്ന ആചാര ലംഘനത്തിനെതിരെ ഭക്തജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രാജേഷ് പൊതിയത്ത് അധ്യക്ഷത വഹിച്ചു. ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവ കമ്മിറ്റിക്കാരെ ഇന്നേവരെ വിളിച്ചു ചേർക്കാത്തതിനെതിരെയും കൂട്ടായ്മയിൽ ശക്തമായ വിമർശനം ഉയർന്നു. കാലാകാലങ്ങളായി നടക്കുന്ന ഈ വർഷത്തെ ഉച്ചാർവേല ഇല്ലാതാക്കിയതിനെതിരെയും പ്രതിഷേധമുയർന്നു. ഇതിനെതിരെ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് ഉടൻ പരാതി നൽകുവാനും കൂട്ടായ്മയിൽ തീരുമാനമായി. യോഗത്തിൽ തങ്കപ്പൻ, ദിവൈ കേരളശ്ശേരി, ഗംഗാ ഭഗത്, സുജിത് കുമാർ, അശോകൻ ടി, ശിവദാസ് നഗരിപ്പുറം, ഹരിദാസ് മണ്ണൂർ, യോഗാചാര്യൻ ഭഗത് കുമാർ, രാജേഷ്, അജിത് എന്നിവർ സംസാരിച്ചു. നമ്മൾ ട്രസ്റ്റികളുമായും ക്ഷേത്രവുമായും സഹകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ കൂടി ആവശ്യങ്ങളും അനുഷ്ഠാനങ്ങളാവുന്ന കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഭക്തജന കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത്. ട്രസ്റ്റി ബോർഡ് നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ശത്രുക്കളാണോ നമ്മൾ എന്നാണ് അവരുടെ ചിന്ത. സത്യത്തിൽ അങ്ങനെയല്ല. അവർ ചെയ്തിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മണ്ണൂർ കൈമകുന്നത്ത് ഈ ക്ഷേത്രത്തെ നല്ലൊരു ക്ഷേത്രമായി ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നാണ് ഭക്തജന കമ്മിറ്റിയുടെ ആഗ്രഹം. സാധാരണക്കാരുണ്ട്, അവർക്കാണ് ഭയം. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ അമ്പലത്തിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് 300 രൂപ കൂലിക്ക് വേണ്ടി അമ്പലം അടിക്കണമെന്ന് ചോദിക്കാം. അമ്പലം അടിക്കാൻ വരുന്നത് 300 രൂപയ്ക്ക് വേണ്ടിയല്ല. അതവർ ചെയ്തില്ലെങ്കിൽ ദേവി കോപം ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം മനസ്സിന്റെ ഉള്ളിൽ ഉള്ള ഒരുപടി ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. പ്രീതത്ത് സ്വാഗതവും രാധാകൃഷ്ണൻ സി നന്ദിയും പറഞ്ഞു.
വിവിധ ഭാഗങ്ങളിലെ വേലാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ഭക്തരും പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി നേർച്ചാഘോഷത്തിനിടെ ആന വിരണ്ടോടി. രാത്രിയിലെ ഘോഷയാത്രയ്ക്ക് തൊട്ടുമുമ്പ് 10:30യോടെയായിരുന്നു സംഭവം. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നാണ് ആന വിരണ്ടോടിയത്. പേരൂർ ശിവൻ എന്ന ആനയാണ് വിരണ്ടത്. അല്പനേരം ഇത് പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും അനിഷ്ട സംഭവങ്ങളില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾക്ക് വീണ് പരിക്കേറ്റു. പട്ടാമ്പി നേർച്ച ഹരിതോത്സവമായി. നഗരസഭയുടെ നേതൃത്വത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഇത്തവണത്തെ നേർച്ചാഘോഷം. വിപുലമായ ശുചീകരണമാണ് ഇതിനായി നടത്തിയത്. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് 111ാമത് പട്ടാമ്പി നേർച്ച ആഘോഷിച്ചത്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നേർച്ചാഘോഷ പരിസരങ്ങളിൽ പ്രത്യേക ശുചീകരണം നടന്നു. നഗരത്തിൽ അലക്ഷ്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ എടുത്തുമാറ്റി. നേർച്ചാഘോഷം ഹരിതോത്സവമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. പ്രത്യേക സ്ക്വാഡുകൾ നഗരത്തിൽ പ്രവർത്തിച്ചു. ഹരിതകർമ്മസേനയുടെ ശുചീകരണ തൊഴിലാളികളാണ് നഗരത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, JHI സംഗീത, സ്വാമിനാഥൻ, KM മഹിമ, താഹിറ എന്നിവർ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നേർച്ച നടത്തിപ്പിൽ പാകപ്പിഴയെന്ന് സബ് കമ്മിറ്റികൾ. നേർച്ചയുടെ മുഖ്യ ആകർഷണമായ നഗരപ്രദക്ഷിണ ഘോഷയാത്ര പൂർത്തിയാക്കാൻ അനുവദിക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വായ്പാട്ടുപാടിയും നൃത്തം ചവിട്ടിയുമാണ് സബ് കമ്മിറ്റികൾ പ്രതിഷേധിച്ചത്. നഗരപ്രദക്ഷിണ ഘോഷയാത്ര മുഴുമിപ്പിക്കാൻ പോലീസ് അനുവദിക്കാതിരുന്നതാണ് സബ് കമ്മിറ്റികളെ പ്രകോപിപ്പിച്ചത്. പ്രതിഷേധ ഗാനങ്ങൾ ആലപിച്ചും നൃത്തം ചവിട്ടിയുമായിരുന്നു സബ് കമ്മിറ്റികളുടെ പ്രതിഷേധം. ഗജവീരന്മാരുടെ അകമ്പടിയോടെ നൃത്തരൂപവും മുത്തുകുടയും ബാൻഡ് താളങ്ങളുമായി 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ ആഘോഷയാത്ര നടക്കുമ്പോൾ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് അധികാരികൾ പരിപാടി അവസാനിപ്പിക്കാൻ പറഞ്ഞതെന്ന് സബ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് പ്രമുഖ സബ് കമ്മിറ്റികളിലൊന്നായ മേക്കാടൻ ഞാങ്ങാട്ടിരി രക്ഷാധികാരി അഡ്വക്കേറ്റ് TM നഹാസ് പറഞ്ഞു. കേന്ദ്രാഘോഷ കമ്മിറ്റിയും പട്ടാമ്പിയുടെ പോലീസും ഈ പട്ടാമ്പി 111ാമത് നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര 11 മണിയായപ്പോൾ തന്നെ നമ്മളെ ഘോഷയാത്രയിലുള്ള വാദ്യഘോഷങ്ങൾ അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ കമ്മിറ്റികളും നല്ല രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് അപകടങ്ങളും അച്ചട പ്രശ്നങ്ങളും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ആഘോഷം നടത്തുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനമല്ല ഇവിടുത്തെ പോലീസിന്റെ ഭാഗത്തുനിന്നും കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നേർച്ചാഘോഷത്തിൽ പങ്കാളികളായ ഏവരെയും നിരാശപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പരാതിയുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്ന ആഘോഷ പരിപാടിക്ക് മാന്യത നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്നും സബ് കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറയുടെ അഭിമാന താരം ചെറുമുണ്ടശ്ശേരി സ്വദേശി മഹേഷിന് നാടിന്റെ ആദരം. ദേശീയ ഗെയിംസിൽ ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ച കേരള ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന മഹേഷിനെ CPIM ചെറുമുണ്ടശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ആദര സമ്മേളനം ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. MLA മഹേഷിനെ പൊന്നാടയണിയിച്ചു, ഉപഹാരവും സമ്മാനിച്ചു. ഈ വിജയത്തിൽ മഹേഷിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ പങ്കുണ്ട്. അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി, നാടിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി അപ്പോൾ CPIM ചെറുമുണ്ടശ്ശേരി ബ്രാഞ്ചിന് വേണ്ടിയിട്ടുള്ള മൊമെന്റോ ഇവിടെ നൽകുകയാണ്. വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ മഹേഷിന്റെ ഈ വലിയ ഉയർച്ചയിൽ, വളർച്ചയിൽ CPIMന്റെയും നാടിന്റെയും സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ CC രാജൻ, K. രാധാകൃഷ്ണൻ മാസ്റ്റർ, K. സുരേഷ്, K. വിനോദ് എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി TP സദാനന്ദൻ സ്വാഗതം പറഞ്ഞു.
DYFI, SFI, മഹിളാ അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലും മഹേഷിനെ ആദരിച്ചു. ആദരത്തിന് മഹേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൽ നടന്ന അബാക്കസ് സംസ്ഥാനതല പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കാൻ നേതൃത്വം നൽകിയ അധ്യാപിക സജിന സലാമിനെയും വിദ്യാർത്ഥികളെയും മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് വികസന കൂട്ടായ്മ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. തുടർന്നുള്ള കുട്ടികളെ, അതായത് 50 കുട്ടികളെ ഈ എക്സാമിൽ പങ്കെടുപ്പിക്കുകയും അതിൽ 36 കുട്ടികൾ ഫസ്റ്റ് സെക്കൻഡുള്ള സ്ഥാനങ്ങൾ അർഹരാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു നേട്ടമാണ്. അപ്പോൾ 4 തവണ എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ കുറച്ച് കുട്ടികളായിരുന്നു. അപ്പോൾ ഓരോ തവണയും കുട്ടികളുടെ എണ്ണം കൂടി മത്സരാർത്ഥികളും അതുപോലെ തന്നെ സമ്മാനം നേടുന്ന കുട്ടികളും കൂടി വരികയാണ്. അപ്പോൾ ആ കൂടി വരിക എന്ന് പറയുന്നത് തന്നെ ആ ടീച്ചറിന്റെ ഒരു പ്രത്യേക കഴിവും അതുപോലെ 50 കുട്ടികളെ പങ്കെടുപ്പിച്ചതിൽ 36 പേർക്കും 1, 2, 3 സ്ഥാനങ്ങൾ നേടാൻ കഴിഞ്ഞു. കൂടാതെ തുടർച്ചയായി 4 വർഷത്തോളം കുരുന്നുകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും മിൻറ്റും വിജയവും നേടിക്കൊടുക്കാൻ അധ്യാപികയ്ക്ക് കഴിഞ്ഞു. മണ്ണൂർ കമ്പനിപ്പടി ക്ഷീരസംഘം ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടി പത്തിരിപ്പാല, 7 വർഷമായി സൗജന്യമായ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന അസീര എന്നിവരെയും ആദരിച്ചു. നഗരിപ്പുറം സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ലഭിക്കുന്ന സിറ്റിംഗ് ഫീ ഉപയോഗിച്ച് പൊട്ടുപാറ എസ്റ്റാഡൻസ് ക്ലബിന് ജേഴ്സിയും ഫുട്ബോളും SJN നജീബ് കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വി പ്രമോദ്, ശ്രീകുമാരി, വി ഹരിദാസൻ, KK അഫ്സൽ, ശ്രീകല, VP ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ഖദീജ നസ്രീൻ സ്വാഗതവും SJN നജീബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോങ്ങാട് ബ്ലോക്കിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കേരളശ്ശേരിയിൽ വിവിധ പരിപാടികളോടെ നടന്നു. ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കയ്യേറുകയാണോ എന്ന ചില സംശയങ്ങൾ ബ്ലോക്കിന്റെ ഭാരവാഹികൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും അതുണ്ടാകില്ല. ഈ ബ്ലോക്കിന്റെ മെമ്പറായി നിലകൊള്ളുന്ന വ്യക്തികൾക്ക് അവിടെ തന്നെ നിലകൊള്ളാനുള്ള അവസരം ഉണ്ടാക്കും എന്ന് വാക്കുകൂടി ഞാൻ തരികയാണ്. നമുക്കറിയാം, നമ്മുടെ ക്ഷേമകാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ECHS, ക്യാൻറ്റീൻ, സൈനിക ക്ഷേമ വകുപ്പ് തുടങ്ങി സ്ഥാപനങ്ങളിൽ നമുക്ക് വേണ്ട സൗകര്യം ലഭിക്കണം. P. പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി TG രവീന്ദ്രപിള്ള, ബ്ലോക്ക് സെക്രട്ടറി P. വിശ്വനാഥൻ, K. മുരളീധരൻ, PK രാജൻ, K. ഉണ്ണികൃഷ്ണൻ, K. രാജൻ, M. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. P. വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. ഉണ്ണികൃഷ്ണൻ വാർഷിക വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. മുൻകാല അംഗങ്ങളെ ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു. മരണമടഞ്ഞ സുഹൃത്തുക്കളുടെ വേർപാടിൽ അനുശോചനവും രേഖപ്പെടുത്തി. ബ്ലോക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് വനജ KL, സെക്രട്ടറി സുജാത, N. ജയശ്രീ, അനിത, V. ഗീത, സത്യഭാമ എന്നിവർ ഗാനാലാപനം നടത്തി. രക്ഷാധികാരി TG രവീന്ദ്രപിള്ള പോളിസി ലെറ്ററുകളെക്കുറിച്ച് വിശദമായി ക്ലാസ് എടുത്തു. വേണുഗോപാൽ സ്വാഗതവും മുരളീധരൻ നന്ദിയും പറഞ്ഞു. ദേശീയ ഗാനത്തോടെ കുടുംബസംഗമത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. നവീകരിച്ച ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ് തുറന്നു. പൂർത്തിയായത് 1 മാസം മുമ്പ് ആരംഭിച്ച നവീകരണ പ്രവൃത്തികൾ. സ്റ്റാൻഡിൽ നഗരസഭയുടെ 10 ലക്ഷം രൂപ ചെലവിൽ പുതിയ കോൺക്രീറ്റ് നിലവും അഴുക്കുചാലും ഒരുക്കി. സർക്കാർ അനുവദിച്ച 1 കോടി വിനിയോഗിച്ച് സ്റ്റാൻഡിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റും ഒരുക്കി. ഹരിത രാഷ്ട്രീയത്തിന്റെ നന്മമരം ഇനിയില്ല. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ അന്തരിച്ചു. വിവിധ പ്രദേശങ്ങളിലായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ചിരുന്ന കല്ലൂർ ബാലന്റെ വിയോഗം നാടിന് തീരാനഷ്ടം. വിട പറഞ്ഞത് മരിച്ചാലും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച പച്ചപ്പിന്റെ സഹയാത്രികൻ. ഷൊർണൂർ പൂരത്തിന് ആവേശക്കൊടിയേറ്റം. മഞ്ഞക്കാട് കോങ്കുന്നത്ത് ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി 16-ന്. മണ്ണൂർ കൈമകുന്നത്തുകാവിൽ ആചാര ലംഘനം ആരോപിച്ച ഭക്തജന കമ്മിറ്റിയുടെ പ്രതിഷേധ കൂട്ടായ്മ. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. അനിഷ്ട സംഭവങ്ങളില്ല. നേർച്ച നടത്തിപ്പിൽ പാകപ്പിഴയാരോപിച്ച് സബ് കമ്മിറ്റികൾ. നഗരപ്രദക്ഷിണ ഘോഷയാത്ര പൂർത്തിയാക്കാൻ പോലീസ് അനുവദിച്ചില്ലെന്ന് പരാതി. നഗരസഭയുടെ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കിയ നേർച്ചാഘോഷം ഇക്കുറി ഹരിതോത്സവമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.